നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന ഫുഡിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ ഈ ഫുഡിന് പകരം നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് ഒരു ചായ, ഒരു കാപ്പി, പഴംപൊരി, ഉഴുന്നുവട, അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്നാക്സ്, പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോപ്കോൺ, അങ്ങനെ ഹെവി ഫുഡല്ലാതെ ഇങ്ങനെ കുറേ സ്നാക്സൊക്കെ വെച്ചിട്ട് ചായ, കാപ്പി, ജ്യൂസ് അങ്ങനെയൊക്കെ വെക്കുമ്പം നമ്മളെ ഓഡിറ്റോറിയത്തിനകത്ത് നല്ല തട്ടുകട സെറ്റപ്പിൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ പുഴുങ്ങിയ ഏത്തപ്പഴം, ചായ, എന്തെങ്കിലും പല കളറുള്ള ജ്യൂസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ മലയാളിയുടെ അഭിമാനം സമ്മതിക്കില്ല, ഇൻക്ലൂഡിങ് മീ ആട്ടോ. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അവൻ്റെ കല്യാണത്തിന് ചെയ്താൽ പറയും, ഓ അരക്കത്തരം എന്ന് പറയും, അവൻ്റെ അരക്കത്തരം കാരണം അവൻ ഫുഡ് വെക്കാതെന്ന് പറയും. പക്ഷേ ഇത് വെക്കേണ്ടതുണ്ടല്ലോ, നല്ല കാശുള്ള ഒരു സമൂഹത്തിൽ വിലയുള്ള ഒരാൾ വെക്കണം. അത് വെക്കുമ്പം പറയും, ഓ പുള്ളിയുടെ പുതിയ സെറ്റപ്പ് കൊള്ളാം, അടിപൊളിയാണ്. അല്ലെങ്കിൽ കല്യാണത്തിനൊന്നും ഇത്ര ഹെവി ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടുള്ള സ്നാക്സ്, പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഓഡിറ്റോറിയത്തിലെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഓരോ പഴംപൊരി, ഓരോ ഉള്ളിവടയും ഉഴുന്നുവടയും ചിക്കൻ്റെ പീസ് അങ്ങനെയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. അത് നല്ല ഐഡിയ കേട്ടോ പുള്ളി കൊണ്ടുവന്നേ എന്ന് പറയും. അപ്പം കാശുള്ളവരുത്തം നടത്തിയാൽ ഇത് വിജയിക്കും.